ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു ആവാരം പൂവിന്റെ സൺ ടാൻ, അതായത് വെയിലേറ്റിട്ടുള്ള കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത പാർട്ടാണ് ഇന്ന്. അടുത്ത പാർട്ട് എന്നല്ല, അത് ടാൻ ഉള്ളവർക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്ക്. ബിക്കോസ് ഈ ആവാരം പൂവിന്റെ ബെനിഫിറ്റ്സ് ഒരുപാട് പേരിൽ കൊണ്ടുചേരണം. നമുക്ക് പലപ്പോഴും ഈ എന്താ പറയുന്നത്, ആവാരം പൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ല. പല കാര്യങ്ങളും നമ്മൾ വെളിയിൽ കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ആവാരം പൂ എന്ന് പറയുന്നത് സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിന് നമുക്ക് ഇൻടേക്ക് ആയിരുന്നാലും ശരി, വെളിയിലായിരുന്നാലും ശരി, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വളരെ നല്ലതാണ് ആവാരം പൂ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന ആവാരം പൂ എങ്ങനെ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ആവാരം പൂ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ആവാരം പൂന്ന്. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങാടി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങാടി കടകളിൽ കിട്ടും. എവിടെ വേണമെങ്കിലും ആവാരം പൂ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആവാരം പൂ ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു കവർ ആവാരം പൂ വാങ്ങിച്ച് വെച്ചേക്കണം. കുഞ്ഞുങ്ങൾക്ക് വരെ ആവാരം പൂ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ആവാരം പൂ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. ഒരിക്കലും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരൊന്നും വെച്ചിട്ട് പിള്ളേരുടെ പുറത്ത് തേക്കരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് വെച്ചിട്ട് നല്ലപോലെ മിക്സ്. പിള്ളേരെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടികളല്ല ഞാൻ പറയുന്നത്, കുറച്ച് വലിയ കുട്ടികൾ, ഒരു അഞ്ചാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആവാരം പൂ തൈരിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി നല്ലപോലെ ഒരു ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം അവരുടെ കഴുത്തിൽ, അവർക്ക് ഈ വെളിയിലൊക്കെ വെയിലൊക്കെ പോയി കളിക്കുന്ന കാരണം കഴുത്തൊക്കെ കറുത്തു പോകും. അപ്പൊ കഴുത്തിലും അവരുടെ മുഖത്തും കൈകളിലും ഒക്കെ പുരട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുട്ടികൾക്ക് ആവാരം പൂ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് വെച്ചാൽ സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ എങ്ങനെ ആവാരം പൂ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരും. അതിനുശേഷം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇത് കണ്ടിട്ട് വരും. അതിനുശേഷം നമുക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കണ്ടിന്യൂറ്റി ഉള്ളതാണ്. ഒരു ദിവസം വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ ഇടുന്നത് ഇതല്ല. നമ്മൾ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീഡിയോ മാത്രം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കണ്ടിന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർത്തും ഫ്രീ ആണ്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ക്യാഷ് കൊടുക്കണമെന്ന്. ഒരു ക്യാഷും ഇല്ല. നിങ്ങൾ ആ റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കൂടെ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ പറയാം. സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ആവാരം പൂ ഇപ്പോൾ പൊടിച്ചെടുത്തതാണ്. ആവാരം പൂ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കണം. പിന്നെ ഈ ആവാരം പൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിലിൽ വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് പൊടിക്കണം, അല്ലെങ്കിൽ പൊടിയായിട്ട് പൊടിയത്തില്ല. ആ ഒരു പൂവായിട്ട് അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ വെയിലിൽ ഉണക്കിയിട്ട് മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1 സ്പൂൺ ആവാരം പൂ പൊടിച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത്. ആവാരം പൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്കിന്നിന് നല്ല കളർ കൊടുക്കും. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നല്ല ഒരു ഓർഗാനിക് ഹണി 1 സ്പൂൺ. ഒരേ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ്. 1 സ്പൂൺ ഇത്, 1 സ്പൂൺ ആവാരം പൂ പൗഡർ, 1 സ്പൂൺ ഹണി. അതിൻ്റെ കൂടെ ഒരു 5 or 6 ഡ്രോപ്സ്, ഇത്രയും മതി, ഒരു 1/4 സ്പൂണെന്ന് വെച്ചിക്കോ ലെമൺ ജ്യൂസ്. ഒരുപാട് വേണ്ട, 5 or 6 സ്പൂണ് ലെമൺ ജ്യൂസ്. ഓക്കെ, ഇത് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊരു 5 minutes വെച്ചേക്കുമ്പോഴാണ് അത് നല്ലപോലെ ആ ഒരു പൂവിനകത്ത് അത് പിടിക്കുക. പ്രത്യേകിച്ചും തേനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ തേന് പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർബ് ആവത്തില്ല, ഒരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് മിക്സ് ആയിക്കോട്ടെ അതിനകത്ത്. അതിനുശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് ഒരു 5 minute നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഹണി എന്ന് പറയുന്നത് പൊള്ളിയ പാടുകൾ പോലും മായ്ക്കാനുള്ള കഴിവ് ഹണിക്കുണ്ട്. അതിൻ്റെ കൂടെ ലെമണും സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഒരിക്കലും ഈ ലെമൺ ഒന്നും എടുത്ത് ഡയറക്റ്റ് ആയിട്ടൊന്നും ഫേസിലോ തലയിലോ ഒന്നും അപ്ലൈ ചെയ്യരുത്. ലെമൺ എന്ന് പറയുന്നത് ഭയങ്കര ഡൈല്യൂട്ട് ചെയ്ത് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനും പാടില്ല. ഇനി നമ്മളിത് എടുത്ത് നമ്മൾ ഇന്നലെ അപ്ലൈ ചെയ്ത പോലെ തന്നെ സ്കിന്നിന് കണ്ടോ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ എന്താ പറയുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ താഴോട്ട് അപ്ലൈ ചെയ്യരുത്. അത് വന്ന്
ഇതായി പോകും. എന്താണ് പിന്നെ ചിലർക്ക് ഒരു ഭയം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ മുടി എടുത്തപ്പോഴാണ് ഓർത്ത് ഈ തേന് മുടിയിൽ പെട്ട് കഴിഞ്ഞാൽ മുടി നരച്ചു പോകുമോ? അങ്ങനൊന്നുമില്ല കേട്ടോ. തേന് മുടിയിൽ പെട്ടാൽ മുടി നരച്ചു പോകും എന്നുള്ളത് തീർത്തും എന്താ പറയുന്നത് ഒരു മിത്താണത്. അതൊരിക്കലും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. അന്ധവിശ്വാസം എന്നൊക്കെ പറയുക അതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൂക്കിന്റെ സൈഡിലും ഒക്കെ നമുക്ക് കറുത്ത പാടുകളൊക്കെ ഉണ്ടാകത്തില്ലേ, നമ്മുടെ മൂക്കിന്റെ അടിഭാഗത്തും ഒക്കെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ ധൈര്യമായിട്ട് തേക്കാം. കണ്ണിന്റെ അടിയിൽ നിന്ന് പറയുമ്പോൾ കണ്ണിനകത്തോട്ട് വെച്ചൊന്ന് തേക്കരുത്. നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നല്ല സൈഡിലോട്ട് ഫേസ് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴുത്ത് മറക്കരുത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെച്ചേക്കാം. കാരണം ഹണി ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് വലിഞ്ഞു പോകത്തില്ല. നമുക്ക് ഒരു 20 മിനിറ്റ് ഫേസിൽ വെച്ചേക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല കൂൾ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് 25 മിനിറ്റ് ആയി. കാരണം ഹണി ഉള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ അങ്ങ് പിടിച്ച് വലിയത്തില്ല. അത് നല്ലപോലെ സ്കിന്നിൽ ഊറി ഇറങ്ങാനായിട്ട് സഹായിക്കും. അതിനുശേഷം വെള്ളം നല്ലപോലെ നമുക്ക് ഒപ്പിയെടുക്കാം. വെള്ളം ഒരിക്കലും നിങ്ങൾ അങ്ങനെ തുടച്ചങ്ങ് കളയരുത്. വെള്ളം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വെപ്രാളമൊന്നുമില്ല, എവിടെയെങ്കിലും പോവോ അങ്ങനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫാനിന്റെ മുട്ടിൽ അല്ലെങ്കിൽ ചുമ്മാ നോർമലായിട്ട് അത് ഉണങ്ങട്ടെ. അത് നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചറൈസിങ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പലർക്കും സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ അറിയില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ ടൈപ്പ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഫേസിൽ ഒരു ടിഷ്യൂ പേപ്പർ നല്ലപോലെ കട്ടി കുറഞ്ഞ് ഫേസ് ടിഷ്യൂ നല്ലപോലെ അമുക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിൻ ടൈപ്പ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ നല്ലപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ നല്ലപോലെ വെറ്റ് ആയിട്ടുണ്ടാവും. ഒരു ഓയിൽ മയ എല്ലായിടത്തും ഉണ്ടാവും. അതേസമയം കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നമ്മുടെ ടീ ഏരിയ ഒരു ടീ ഷേപ്പിൽ മാത്രം ആ ഒരു ടിഷ്യൂവിനകത്ത് നനവുണ്ടാവും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സമയം. അല്ലെങ്കിൽ നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കുക. അതിനുശേഷം നമുക്ക് ടിഷ്യൂ വെച്ച് നോക്കിയാലും ഈസി ആയിട്ട് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും നമ്മൾ ഓരോ പാക്കുകളായിരുന്നാലും ഓരോ ക്രീമുകളായിരുന്നാലും ഒക്കെ നമ്മൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒക്കെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. കാരണം സ്കിൻ ടൈപ്പിന് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുക? ഇപ്പോൾ ഞാൻ പറയാറില്ലേ, എന്താ പറഞ്ഞ ഇത് ഓയിലി സ്കിന്നിനാണ് പറ്റുന്നത്, ഡ്രൈ സ്കിന്നിന് പറ്റില്ല. അപ്പൊ ഡ്രൈ സ്കിന്നിന് സൂട്ട് ആവുന്ന പാക്ക് ഓയിലി സ്കിന്നിന് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് വരും. അത് മുഖത്ത് ബ്രേക്ക് ഔട്ട്സും ആക്നീസും ഒക്കെ വരാനായിട്ട് കാരണമാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു സജഷൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട. നിങ്ങൾ അപ്പോൾ ഇടുന്ന കമന്റ് മാക്സിമം ആ ഒരു ദിവസം തന്നെ ഞാൻ റിപ്ലൈ തരാനായിട്ട് നോക്കും. സോ കമന്റ്സ് നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. സംശയങ്ങൾ ചോദിക്കാനുള്ളതാണ്. മറുപടി തരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട, ധൈര്യമായിട്ട് മെസ്സേജസ് അയക്കാം. പിന്നെ ചില മെസ്സേജസ് അടിയിൽ പോകുമ്പോഴാണ് പിന്നെ എനിക്കത് നോട്ടിഫിക്കേഷൻ വരാതെ പോകുന്നത്, റിപ്ലൈ തരാത്തത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.